إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ബഹുമാനമുള്ള സഹോദരന്മാരുടെ സ്നേഹിതന്മാർ, അല്ലാഹു തആല ഒരുമിച്ചുകൂടി കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങളും വിശുദ്ധ ഖുർആന്റെ തിലാവത്തും നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളെയും അല്ലാഹു ഇഖ്ലാസുള്ള അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല പരിശുദ്ധമായ റമദാനിൽ ഒരു രാത്രി വെച്ചിട്ടുണ്ട്. ആ രാത്രി 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായതാണ്. അത് മഗ്രിബ് മുതൽ ഹത്താ മത്ലഇൽ ഫജ്ർ, സൂര്യൻ ഉദിക്കുന്നത് വരെ അല്ലെങ്കിൽ ഫജ്ർ വെളിവാകുന്നത് വരെ അത് നീണ്ടു നിൽക്കുന്നതാണ്. അത് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായതാണ്. 1000 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 83 വർഷവും 4 മാസവും. ഇത്ര സമയം ഇബാദത്തിന്റെ പ്രതിഫലം തരും ഒറ്റ രാത്രി. അത് അവസാനത്തെ 10 ഒറ്റ രാവിലാണ്. അതിനെ നിങ്ങൾ ഒറ്റ രാവുകളിൽ അന്വേഷിച്ചോളി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ രാവുകൾ 23ഉം 21ഉം കഴിഞ്ഞു പോയി. അത് ലൈലത്തുൽ ഖദർ ആവുമെന്ന് പ്രതീക്ഷിച്ച് അമൽ ചെയ്ത ആൾക്കാരുണ്ട്. അവർക്ക് എന്തായാലും ലൈലത്തുൽ ഖദർ ആയാലും ലാഭമാണ്, ലൈലത്തുൽ ഖദർ ആയിട്ടില്ലെങ്കിലും അവർക്ക് ലാഭമാണ്. കാരണം ഓരോ രാത്രി അള്ളാഹുവിന്റെ തൃപ്തിയിലായി, അമലുകളിലായി കഴിഞ്ഞു. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു അമലിനെയും അള്ളാഹു പാഴാക്കി. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നാളെ മഹ്ശറയിൽ ഒരാളുടെ ഒരു അമലും നന്മയാവട്ടെ തിന്മയാവട്ടെ കാണാനില്ല എന്ന് പറയില്ല. ആ ഫയലുണ്ടായി, അത് എവിടെയെന്ന് അറിയില്ല, അത് അങ്ങോട്ട് പോയി ഇവിടെ പോയി, അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമാണ് ഇത് മഹ്ശർ. അത് ഖുർആൻ വ്യക്തമായിട്ട് പറയും. ഈ ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറ ഔ ഫീ സമാവാത് ഔ ഫീൽ അർദ് യഅതി ബിഹാ അല്ലാഹ്. മോനെ, എന്തെങ്കിലും ഒരു നന്മ, ഒരു അണുമണി തൂക്കം, മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ തകുൻ ഫീ സഖറ, അത് പാറന്റെ അടിയിലാണ്, ഔ ഫീ സമാവാത് അല്ലെങ്കിൽ ആകാശത്തിലെവിടെങ്കിലും ഒരു കടുകുമണി, ഔഫില്ലാതെ ഭൂമിയിൽ എവിടെയെങ്കിലും ഈ പറമ്പൊക്കെ ഒരു കടുകുമണി അവിടെ എറിഞ്ഞിട്ട് അന്ന് എടുത്തു തരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു വളവിന് എടുത്തിരില്ല. ഇതിലപ്പുറത്തല്ല ആ തോട്ടത്തിൽ ഒരൊറ്റ കടുകുമണ്ണി എറിഞ്ഞാൽ എടുക്കാൻ കിട്ടില്ലേ. പക്ഷെ അള്ളാഹു പറയുന്നത് ഭൂമിയിൽ എവിടെ കൊണ്ടുവച്ചാലും, പാറന്റെ അടിയിൽ വെച്ചാലും, ആകാശത്തിൽ വെച്ചാലും അള്ളാഹ് അതിനെ കൊണ്ട് ഒരാൾ ഒരാമലും പാഴാവില്ല. മഹ്ശറേ തിന്മയും പാഴാവില്ല, നന്മയും പാഴാവില്ല. ഖുർആന്റെ പ്രയോഗങ്ങളാണ്. ഈത്തപ്പനന്റെ കുരുവിന്റെ മുകളിൽ ഒരു ചാലുണ്ടാവും. ആ ചാലിന്റെ മുകളിൽ ഇങ്ങനെ ചെറിയൊരു പാടുണ്ടാവും. അതിന്റെ പേരാണ് അറബിയിൽ പത്തീൽ എന്ന് പറയും. അറബിയൊക്കെ മലയാളിക്കാരുണ്ടാവും. അല്ലാഹു പറയണം, ആ പാടന്റെ അത്ര പോലും നിങ്ങളോട് എന്തിയില്ല. എത്ര കിലോ ഉണ്ടാവും? ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ മുകളിലുള്ള ആ ചാലിന്റെ മുകളിലുള്ള ആ പാടം എത്ര ഉണ്ടാകുക? നഖീർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കുഴി ഉണ്ടാവും. ആ കുഴീൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കുരുമ്പ് ഇറങ്ങിയിട്ടുണ്ടാവും. അതിന്റെ പേരാണ് നഖീർ എന്നാണ്. അതുപോലെ നിങ്ങളോട് അക്രമം കാട്ടുക. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ പ്രതീക്ഷ ഒരാൾ അമൽ ചെയ്യും, അവന്റെ അമൽ എവിടെ പോകാനാണ്? അള്ളാഹു സന്തോഷിക്കും. ഇതിലെന്ന പ്രഭാഷണം നിങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് ലൈലത്തുൽ ഖദർ അറിയിക്കപ്പെട്ടിരുന്നു. ഞാൻ അത് പറയാൻ വേണ്ടി വന്നപ്പോൾ 2 ആൾക്കാരെ എന്താക്കി, തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് മറപ്പിക്കപ്പെട്ടില്ല. തമ്മിൽ വഴക്കുണ്ടാക്കിയ എല്ലാ നന്മകളും ഉണ്ടാവും. പറയും നിബിധന സ്ഥലവാസങ്ങൾക്ക് മറപ്പിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ കഥ ഉണ്ടേക്കും. വീട്ടിൽ വഴക്ക്, വാരി ഭർത്താവ്, പിന്നെ എങ്ങനെ ആ ഹൈറുണ്ടാകുക? എല്ലാ ഹൈറുകളുടെയും കത്തിയാണ് വഴക്ക്. നിബിധന ദാസങ്ങൾ പറഞ്ഞ അമ്മ വഴക്കുണ്ടാക്കി അത് മറപ്പിക്കപ്പെട്ടു. പക്ഷെ നിബിധന ദാസങ്ങൾ അവരെ കുറ്റപ്പെടുത്തിയ മറ്റൊന്നും ചെയ്യാതെ ഞങ്ങൾ വളരെ ഹിക്മത്തിൽ പറഞ്ഞു, ഒരു പക്ഷേ അത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഇൽമിൽ ഹൈറായിരിക്കാം. തീർച്ച അത് ഹൈറാണ്. ഏതെങ്കിലും കൃത്യമായ ദിവസമാണെങ്കിൽ അന്ന് മാത്രം അവർക്ക് വെള്ളമടിച്ചാൽ മതി, ഇന്നും അടിക്കണ്ട. കാരണം എന്താ പറഞ്ഞാൽ അന്ന് ആളോട് വായി പോയിക്കോളല്ലോ, പിന്നെ ബാക്കിയൊക്കെ ഫ്രീ ചെയ്തു. പക്ഷെ അള്ളാഹു തആല ചെയ്യാത്തതുകൊണ്ട് 21 23 എല്ലാ പള്ളിയും. പക്ഷെ എനിക്ക് പ്രതികളുണ്ട് 21 വിചാരിച്ച് കുഴപ്പമെടുത്തിട്ട് ഒരു കൂലി ഉണ്ടാവും. ഇനിയാണ് 20 വ്യാഴാഴ്ചരാവും, 23 വെള്ളിയാഴ്ചരാവും, 23 എന്ന് പറഞ്ഞു, അതിൽ ലാഭം ഉണ്ടാവും. ഇന്നിപ്പോൾ 25 തിങ്കളാഴ്ച രാവും. എന്നാണെന്ന് അറിയില്ല, എന്നും പണിയെടുക്കുക.
എന്നും നഷ്ടം ഉണ്ടാവില്ല എന്തായാലും. അതുകൊണ്ട് അമൽ ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു താല വേറെ കൊടുക്കുന്നവനാണ്. ലൈലത്തുൽ ഖദ്റാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താ ചൊല്ലേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ ലളിതങ്ങൾ സാധനങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതാ പറഞ്ഞത്. ഇന്നലെ ഏറ്റവും ഒരു മനുഷ്യന് ആവശ്യമുള്ള സാധനം അള്ളാഹുവിൻ്റെ മാപ്പാണ്. കാരണം അള്ളാഹുവിനോട് ചെയ്യുന്ന അക്രമത്തിന് പരിധിയില്ല. അങ്ങനെ എല്ലാം തന്ന ഒരാളോട് അങ്ങനെ ചെയ്യാറുണ്ടോ? അള്ളാഹു താല അത് മാപ്പ് തരികയാണെങ്കിൽ അവൻ എത്ര ഭാഗ്യവാനാണ്. അള്ളാഹുവിനോട് പറയാൻ അള്ളാഹുമ്മ ഇന്നക അഫ്വുൻ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, എനിക്ക് പൂർത്തിയാരണേ എന്ന് ഈ അടിമ പറയാം. അപ്പോൾ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ചെല്ലാൻ പറ്റുമെന്നായിരിക്കും നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഇത് നിസ്കാരത്തിന് ചെല്ലാനുള്ളതേ അല്ല. ഇമാം സാഹിബ് അത് ഓർമ്മാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞുതരാനിത്. ആ പറഞ്ഞതിൽ കൂടി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ദുആ നമുക്കറിയില്ല. അതുകൊണ്ട് ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ഇന്ന് ലൈലത്തുൽ ഖദ്റാവോ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു. നമ്മളെ പാവങ്ങൾ പൊട്ടിടണം. പാവങ്ങളാണ് മനുഷ്യന് ഏറ്റവും വലിയ വിനാശനാണ് നഷ്ടത. ഓരോ പാവങ്ങൾക്ക് എത്ര നന്മ പകരം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിനോട് അത് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഒറ്റക്ക് ദുആ ചെയ്യണം, നിസ്കരിക്കണം, ഖുർആന്റെ തിലാവത്ത് നടത്തണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇസ്തിഗ്ഫാർ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള അമലാണ്. ഇസ്തിഗ്ഫാർ ശരിക്ക് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പാപങ്ങൾ പുറത്തു വരുന്നത് മാത്രമല്ല, നമുക്ക് ഉപജീവനത്തിനുള്ള മാർഗം അള്ളാഹു തുറന്നു വരും. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തോളി. ഇന്നഹു കാന ഗഫാറ, അവൻ വല്ലാതെ പുറത്തിരുന്നവനാണ്. വല്ലാതെ പുറത്തിരുന്ന ഒരാളോട് ഇങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്തു? പുറത്തു തരും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് അല്ലാഹു മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബിഅംവാൽ, നിങ്ങൾക്ക് സമ്പത്ത് തന്ന് അല്ലാഹു നിങ്ങളെ സഹായിക്കും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, മക്കളെ തന്നിട്ട് അല്ലാഹു സഹായിക്കും. ഇത് ഖുർആനാണ്. ഇതൊരിക്കലും തെറ്റാൻ പാടില്ല. ഇത് തെറ്റാനേ പാടില്ല. ലാ റൈബ ഫീഹി ദാലിക്കൽ കിതാബ് അറിവൽ ലാ റൈബ ഫീഹി, ഇതിൽ സംശയമില്ല. ഇതിൽ സംശയം ഉണ്ടെന്ന് തോന്നിയാൽ ഒരു രണ്ടാമത് കെലിമല്ല. MBA പഠിച്ച് അല്ലെങ്കിൽ വേറെന്ത് കാണണം, അത് പഠിച്ചു ഇത് പഠിച്ചു ആ കോളേജിൽ പഠിച്ചു, ഒന്നും പൈസത്തൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. ഒരു ഗ്യാരണ്ടി ഇല്ല. കെമിസ്ട്രിയിൽ അങ്ങോട്ടെത്തി ഒരു ഗ്യാരണ്ടി ഇല്ല. എത്ര അങ്ങനത്തെ കൈമാറൊക്കെ എത്തുമ്പോൾ ഒരു മണിയില്ലാതെ അങ്ങനെ. കാരണം ഓനെ പിന്നെ 50,000 നമ്മൾ പറഞ്ഞാൽ അതിനും പണിയെടുക്കാനാവില്ല. അങ്ങനെ എടുക്കുക. 2 ലക്ഷം പറഞ്ഞാൽ പോരാ. എൻ്റെ ചങ്ങായിക്ക് 6 ലക്ഷം കിട്ടുന്നുണ്ട്, ഒരു പണിയെടുക്കാതെ അങ്ങനെ എടുക്കുന്നുണ്ട്. കാരണം ഓന് കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് അത്. ഏത് 2 ലക്ഷം പോരാന്നുള്ള ഒരു തോന്നല്. അങ്ങനെ എടുക്കുക. ആ 4 വാളും പണിയെടുത്താൽ 6 ലക്ഷം കിട്ടും. അന്നും എടുക്കില്ല, അങ്ങനെ പിന്നെ എടുക്കും. ഇത് ഉറപ്പാണ്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, സംശയമില്ലാത്ത കിതാബിൽ അല്ലാഹു പറയുന്നത്. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മഴ തരും അല്ലാഹു. നിങ്ങൾക്ക് വയുംദിദുക്കും ബിഅംവാൽ, സമ്പത്ത് തരും. വബനീൻ, മക്കളിൽ തരും. അള്ളാഹു പറഞ്ഞതിൽ ഒരിക്കലും മാറ്റം ഉണ്ടാവും. പിന്നെ എവിടെ പ്രശ്നം? നമ്മൾ മര്യാദയ്ക്ക് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറഞ്ഞതിൽ പേരല്ല. മനുഷ്യൻ അവൻ ചെയ്ത കുറ്റത്തെ ഖേദത്തോടു കൂടി അള്ളാഹുവിനോട് പുറത്തുതരാനുള്ള അപേക്ഷയാണ്. പുറത്തുതരുന്ന ഒരു താബിയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ അതേ മസ്ജിദിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ജലക്ഷാമുണ്ട്, എന്താ ചെയ്യുന്നത്? വേറെ ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി. വേറെ ആൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് സാമ്പത്തികമായി ഭയങ്കര പ്രതിസന്ധിയാണ്, ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി. വേറെ ആൾ വന്നിട്ട് എനിക്ക് മക്കളൊന്നും ഇല്ല, ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി. അടുത്ത് കേട്ട ആൾ ചോദിച്ചു, ഇവിടെ എല്ലാ അസുഖത്തിനും ഒരു മരുന്നാണ്. പഴയ ഏതാശുപത്രിയിൽ, ഗവൺമെന്റ് ആശുപത്രിയിൽ ചുവന്ന വെള്ളം ഇങ്ങനെ വെക്കും എല്ലാവർക്കും, വരുന്നവർക്കൊക്കെ. അങ്ങനെ എന്താ ഇതിന്റെ പേര്? അത് അന്ന് ആ കാലത്ത് അങ്ങനെ കൊടുക്കലേ. ആ കുട്ടി ഇങ്ങനെ കൊണ്ടുവരാൻ പോകുന്ന പോകും. അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ പറയുന്നതല്ല, ഇത് അള്ളാഹു പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ ആയത്ത് ഇങ്ങനെ ഓടിക്കും. ഇതിൽ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള ടോപ്പ് മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലേ, ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പൈസ ഉറപ്പാണ്. ഇത് സംശയമില്ലാത്ത, ബാക്കിയൊക്കെ സംശയമുള്ളതാണ്. ഏത് എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് പഠിച്ചു, പൈസ ഉണ്ടോന്ന് ഒരു ഉറപ്പില്ല. മെക്കാനിക്കൽ പഠിച്ചു, ഒരു ഉറപ്പില്ല.
ഇത് ഉറപ്പാണ്. മര്യാദയ്ക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പൈസ തന്നെ വരും. ഞാൻ വേറെ വ്യാഖ്യാനമില്ല. അംവാൽ എന്നാണ് പറഞ്ഞത്. അടുത്ത ഹദീസ് മല്ലസിമൽ ഇസ്തിഗ്ഫാർ നിബിധങ്ങൾ പറയാൻ മല്ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ പതിവാക്കാണെങ്കിൽ, കാണിച്ചതോടുകൂടി ഇസ്തിഗ്ഫാർ മുറുകെ പിടിക്കുകയാണെങ്കിൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ, അവന്റെ എല്ലാ കുടുസതയിൽ നിന്നും ഇടുക്കങ്ങളിൽ നിന്നും അവർക്ക് ഒരു എക്സിറ്റ് ഉണ്ടാക്കി കൊടുക്കും. എല്ലാത്തും ഓരോ രക്ഷപ്പെട്ടു പോകും. من لزم الاستغفار جعل الله له من كل ضيق مخرجا ومن كل هم فرجا. ടെൻഷൻ ഉണ്ടെങ്കിൽ വെറുതെ കൗൺസിലറെ ഒന്നും പോയിട്ട് കാര്യമില്ല. വേഗം ചെയ്യാം ഇസ്തിഗ്ഫാർ. മനസ്സന്തോഷ ക്ലേശം അല്ല പോക്കിട്ട് സന്തോഷാക്കി തരും. ومن كل هم فرجا. ഫറജ് എന്നാണ് സന്തോഷം. മനക്ലേശം നീക്കിട്ട് സന്തോഷം തരും. അവൻ വിചാരിക്കുക പോലും ചെയ്യാത്ത നിലയിൽ അവൻ അള്ളാഹു ഉപജീവനം കൊടുക്കും. നിബിധങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇസ്തിഗ്ഫാർ നല്ല ബോധത്തോടെ ചെയ്യാൻ എനിക്ക് പുറത്തു തരണേ അല്ലാഹ് റബ്ബി മിൻ കുല്ലി ദംബിൻ വഖതിഅത്തിൻ വഅതൂബു ഇലൈഹി. ഒരു ഇസ്തിഗ്ഫാറാണ്. പ്രശ്നം എല്ലാ ചെറുതും വലുതും എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ എന്നോട് പൊറുക്കലിനെ തേടുന്നു. വഅതൂബു ഇലൈഹി, അവനിലേക്ക് ഞാൻ തൗബ ചെയ്യുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഉണ്ട്, അസ്തഗ്ഫിറുല്ലാഹ് ഉണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇസ്തിഗ്ഫാറിൽപ്പെട്ടതാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മുസ്തതഅ് അഊദു ബിക മിൻ ശർരി മാ സനഅതു വഅബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അത് സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. ഈ ഇസ്തിഗ്ഫാറുകളൊക്കെ ചെല്ലുക, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അല്ലാഹു തആല പാപങ്ങൾ പറയും. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആൾ അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. കുല്ലു ഇബ്നു ആദമ ഖത്താഉൻ, ആദമിന്റെ മക്കൾ മുഴുവൻ തിന്മ ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, തിന്മ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല ആൾക്കാരാണ് തൗബ ചെയ്യുന്ന ആൾക്കാർ. തിന്മ മനുഷ്യന് സംഭവിക്കും, പക്ഷേ അള്ളാഹ് പുറത്തു തരണേന്ന് പറയില്ല. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. അതിൻ്റെ രാത്രിയാണ്. ഈ രാത്രിക്കാര് കഴിഞ്ഞായിട്ട് ഒന്നും ഉണ്ടാവില്ല. നന്നായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ഉണ്ട്. പിന്നെ ദിക്റുകൾ പൂർത്തിയാക്കാം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അതൊക്കെ റെസ്റ്റിൽ ചെല്ലണം. സുബ്ഹാനല്ലാഹ് വെറുതെ ഒരു തസ്ബീഹ് എടുക്കാൻ പൊട്ടാ തസ്ബീഹ് ഉണ്ടാവും. ഇങ്ങനെ കൂടി തസ്ബീഹ് ഇങ്ങനെ പോകുന്നു ഭയങ്കര സ്പീഡിൽ. സുബ്ഹാനല്ലാഹ് ബാക്കിൽ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തസ്ബീഹ് ഭയങ്കര സ്പീഡ് മാറി. ആകെ ഒരു 100 മണി അതിലുണ്ടായിരുന്നു. ഒരു 15 ആകുമ്പോഴത്തേനും എന്തായില്ലാവും ഇങ്ങനെ. അത് വേറെ വേറെ വയ്ക്കും പോവാം. ബോധത്തോടെ ചിന്ത. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എല്ലാത്തിനും പരിശുദ്ധവാനാണ്. എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധവാനാണ് അല്ലാഹു. അൽഹംദുലില്ലാഹ്, എനിക്ക് എത്ര ഉപകാരം തന്നാണ്. എല്ലാ ഉപകാരങ്ങളും അവന്റെ ഭാഗത്തു നിന്നല്ലേ. അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ വേറെ ഒരു ഇലാഹും ഇല്ല. അല്ലാഹു അക്ബർ, എല്ലാത്തിനേക്കാളും വലിയ അല്ലാഹുവാണ് എന്ന് മനുഷ്യൻ മനസ്സറിഞ്ഞിട്ട് 5 പ്രാവശ്യം കഴിഞ്ഞാലും വലിയ തൂക്കമുള്ളത്. പിന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് കൻസുൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ടതാണ്. സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ നിധി എന്നാൽ എന്തേക്കും പോയി ഇവിടുത്തെ നിധി എന്നെ കണ്ട ആൾക്കാർ അന്തം വിട്ടു പോവാണ്. കുടുക്കയില് ഒരു 4-5 വായും ഒരു മണിക്കാതിൽ ഒരു 2 ചുറ്റും കിട്ടിയാൽ അത് വാങ്ങി അതങ്ങ് കൂടാ. സ്വർഗത്തിലെ നിധി എന്നാൽ എന്തേ അത് സ്വർഗത്തിൽ എത്തുമ്പോഴറിയാം. ഇവിടുന്ന് ഇപ്പോൾ നിധി എന്നാൽ സ്വർഗത്തിലെ എന്തിനാണ് നിധി എന്നൊക്കെ ചോദിക്കണ്ടോ? അതൊക്കെ അവിടെ എത്തുമ്പോഴാണ് അറിയാം. സ്വർഗത്തിലെ നിധി ഉണ്ടാവും. വിവിധ സാധനങ്ങൾ പറഞ്ഞുകൊടുക്കാൻ ഞങ്ങൾ സ്വർഗത്തിൽ നോക്കുന്നില്ല. പോത്തില്ല. ഒരുപാട് മുസീബത്തുകൾ നിന്ന് രക്ഷപ്പെടാനുള്ള വാക്കാണെങ്കിൽ അത് ചൊല്ലണം. 2 റക്അത്ത് നിസ്കരിക്കാം. ഖിയാമല്ലയിലൊക്കെ തുറന്നതിന് വേണമെങ്കിലും മൂലം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹുവിനെ വാഴ്ത്തി അവൻ തന്ന നിയാമത്തുകൾ അതുകൊണ്ട് എടുത്തു പറഞ്ഞ് കരഞ്ഞിട്ട് ദുആ ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ദുആ പറഞ്ഞു. ആരെങ്കിലും ഈ ദുആ പറയുകയാണെങ്കിൽ കതബല്ലാഹു ലഹു അൽഫി അൽഫ ഹസന, അള്ളാഹു അവന് 20 ലക്ഷം നന്മ കൊടുക്കും. 10 ലക്ഷം പോയി ഒറ്റ പ്രാവശ്യം 20 ലക്ഷം നന്മ.
കതബല്ലാഹു ലഹു അൽഫൈ ഹസന. അൽഫൈ അൽഫ് എന്ന് പറഞ്ഞാൽ അൽഫൈ എന്ന് പറഞ്ഞാൽ 2000 ഇൻറ്റു അൽഫ് ഇത്രയും പൈസ ആണെന്ന് വിചാരിച്ചോളി. കൂലി എന്ന് പറയുമ്പോഴാണ് കണക്കിട്ടേക്ക്. പൈസ ആണ് വേഗം കണക്ക്. ഇത്ര 20 ലക്ഷം 20 ലക്ഷം നമ്മൾ വളരെ എളുപ്പമാണ്. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിൾ ദിക്റാണ്. ഞാൻ പറഞ്ഞതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ഇതറിയാത്ത ഒരാളും ഇല്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഹദൻ സ്വമദൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ഇതെല്ലാവരും പറഞ്ഞു. അഹദൻ സ്വമദൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദിന്റെ അഹദൻ സ്വമദൻ, അല്ലാഹു സമദ് അല്ലൈന സമദൻ, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതാണ് പക്കയിൽ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ വേറെ ഇലാഹില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് ഒരു പങ്കുകാരനുമില്ല. വീണ്ടും പറയാണ് അഹദൻ, അവൻ ഏകനാണ്. സ്വമദൻ, അവൻ നിരാശ്രയനാണ്. സ്വമദ് എന്ന് പറഞ്ഞാല് നമ്മൾ നിരാശ്രയം എന്ന് പറയും. എന്താണെന്ന് നമുക്ക് വരുന്നുണ്ടാവില്ല. സ്വമദ് എന്ന് ശരിക്കും പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്: എല്ലാ സൃഷ്ടികളും എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിനും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. അള്ളാഹു ആണെങ്കിലോ ഒരു സൃഷ്ടിയിലേക്കും ഒരവസ്ഥയിലും ആവശ്യക്കാരനേ അല്ല. എല്ലാവരും എല്ലായ്പ്പോഴും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. പക്ഷെ അള്ളാഹാണെങ്കിൽ ഒരു സൃഷ്ടിയിലേക്കും ഒരു സമയത്തും. അതാണ് അള്ളാഹു സമദ്. അതാണ് ആ സമദ് പറഞ്ഞത്. അഹദൻ സ്വമദൻ ലം യലിദ് വലം യൂലദ്, അവൻ ആരും മകനുമല്ല, അവൻക്കാണെങ്കിൽ മക്കളുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സാമ്യമായി ഒരാളുമില്ല. അങ്ങനെ ആ സാധന അറിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, അക്കൗണ്ട് ഇങ്ങനെ കയറും. 20 ലക്ഷം 20. ഇത് മറ്റേ ഇയാൾ പറഞ്ഞ മാതിരില്ല, നിങ്ങൾ അക്കൗണ്ടിലേക്ക് 10,000 പേരും പറഞ്ഞ മാതിരല്ലേ. ഇത് ഉറപ്പാണ്. മനസ്സിലല്ലേ? ഒരൊറ്റ പ്രാവശ്യം ചെല്ലുമ്പോൾ 20,000 കയറും. എവിടെ അറിയാന്ന് പറഞ്ഞാൽ ആഹൃത്തിനും. അപ്പൊ ഒരു കോടി ഉണ്ടെങ്കിൽ എത്ര ചെല്ലണം? പോയി 5 പ്രാവശ്യം ചെല്ലും. ഒരു കോടിയ ഓണക്കളമില്ല പൈസക്കാരൻ കൂടെ ആരുണ്ടായാൽ ചെല്ലൂലേ? ഒന്ന് ചെല്ലാൻ നിങ്ങൾ. لا إله إلا الله وحده لا شريك له أحدا صمدا لم يلد ولم يولد ولم يكن له كفوا أحد. لا إله إلا الله وحده لا شريك له أحدا صمدا لم يلد ولم يولد ولم يكن له كفوا أحد. لا إله إلا الله وحده لا شريك له أحدا صمدا لم يلد ولم يولد ولم يكن له كفوا أحد. لا إله إلا الله وحده لا شريك له أحدا صمدا لم يلد ولم يولد ولم يكن له كفوا أحد. لا إله إلا الله وحده لا شريك له أحدا صمدا لم يلد ولم يولد ولم يكن له كفوا أحد. ഒരുകൂടി ഇത്ര പെട്ടെന്ന് കൂടി ഉണ്ടാക്കാനുള്ള വേറെ ഇത് ലോട്ടറി അല്ലല്ലോ. ഉറപ്പ കിട്ടും. പക്കിബാ, സംശയമില്ല. അള്ളാഹ് തിരഞ്ഞു. അവിടെ ഈ വിക്ർ ചെല്ലണം. കുറച്ചൊരു ചെല്ലില്ല. നല്ല ഏകാഗ്രതയോടെ ചെല്ലണം. വെറുതെ റഫ്ലത്തോടെ ചെല്ലരുത്. റഫ്ലത്തോട് കൂടി വിക്ർ ചെയ്താൽ സുസ്തി പൈതാഹോട്ടെ, മടി ഉണ്ടാവും, അലസത ഉണ്ടാവും. കൂലിക്ക് ഉന്മേഷം ഉണ്ടാകാനൊക്കെ പറയാൻ എന്താ ഉണ്ടായ? റഫ്ലത്ത് കെ സാത്ത് വിക്ർ കർണ സുസ്തി പൈതാക്കാൻ. അശ്രദ്ധയോട് കൂടി വിക്ർ ചെയ്താൽ തളർച്ചയും അലസതയുണ്ടായി. അവിടെ നല്ല കുറച്ചാണെങ്കിലും നല്ല ചില ആൾക്കാർ വരില്ലേ, ആ നല്ല പൊടിയിട്ടിട്ട് നല്ല പാല് വെച്ചിട്ട് വെള്ളം പാരാതെ അവർ കുറച്ച് കിട്ടിയാൽ മതിയോ വരും. ആ മറ്റേ ചെറിയ മൂക്കിലിട്ടിരിക്കുന്ന ഇതില്ലേ, ചെറിയ ഒരു ഇതാ കൊടുക്കല്. ഇവിടെ ഈ തമിഴ്നാട്ടിലൊക്കെ ബോംബെയിലൊക്കെ പോയാൽ നമ്മളാണ് ഈ കുത്തിഞ്ഞാണത്തിൽ വലിയൊരു ഇതില് കൽക്കെള്ളം കുടിച്ച് ഇങ്ങനെ ജീവിച്ചു പഠിച്ച്. ഇതിലേ എന്താ ഈ ദിക്ർ നല്ല മട്ടത്തിന് ചെല്ലണം. ഗഫ്ലത്തില്ലാതെ ചികളൊക്കെ നേരെ ഇരുന്ന് ഒരു കുറച്ച് ചെല്ല, കുറേ ചെല്ലും. മടുപ്പുണ്ടാകണത്തിന് ചെല്ലണ്ട. ഉള്ളത് ഒരു കുറച്ച് ചെല്ല. ഭയങ്കര എനർജി. ലായിലാണെന്നുമ്പോ ചെല്ലണം. പവറിൽ വേറെ സാധനമില്ല. അത് കണ്ടമാനം ചെയ്താൽ ഐസ് അടിച്ചു പോകും. ഏത് വഴി
ലായിലായിന്റെ പരിധിന്റെ അപ്പുറത്തേക്ക് ചെല്ലിയ അവൻ്റെ ഐസ് ഇടിക്കും. കാരണം അത്ര എനർജി ചൂടുള്ള സാധനമാണ്. ഞമ്മക്ക് ഇതൊന്നും എഫക്ട് ചെയ്യാൻ നമ്മൾ രാവിലെ ഇങ്ങനെ കേട്ടാലെന്നെ അറിയാം. ലാഹിലായൊക്കെ ചില ആൾക്കാരുണ്ട്. എന്ത് വഴി ലാ അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഉറക്കം ജമ്മിൽ വിടുന്നുണ്ടാവും. നാം മൊയിലാരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ കാക്ക അതല്ല ഇതാണെന്ന്. അയാൾ മുഴുവൻ പോട്ടായിട്ട് ഒരു ഒറ്റക്കാകയില്ലെന്ന് ഈ കാക്കയിലും അയാളെ നിർത്തണ്ട. മനസ്സിലായില്ലേ? അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല മനസാന്നിധ്യത്തോട് ചെല്ലണം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇതൊക്കെ നിർദ്ദണ്ഡ ശാസ്ത്രങ്ങൾ പറഞ്ഞതാണ്. അയാളൊക്കെ യഖീൻ വെച്ചിട്ട് നല്ല ഒഴിഞ്ഞിരുന്ന് ചെല്ലുക ഇഖ്ലാസോടെ. ഈ മരിക്കണതിന് മുമ്പ് ഒരു 70,000 ആക്കിട്ട് ചെല്ലിച്ച് എന്നാ പിന്നെ നാട്ടുകാർക്ക് എന്തുണ്ടാവില്ല. ഞമ്മക്ക് ഞമ്മ ചെല്ലാൻ മതിയല്ലോ. 1000 ചെല്ലിയാൽ 70,000 ആവും, 70,000 ആവും. 1000 ചെല്ലാൻ അത്ര പണിയില്ല. 500 ഇല്ലാലും കുഴപ്പമില്ല. എത്ര ദിവസം മതി? ഒരു 150 ദിവസം മതി. അവർ വൃത്തിയാക്കി ചെല്ലിയാൽ ഒരു 4-5 ഐറ്റംസ് ആയിക്കോട്ടെ. 70,000 4 കെട്ടുന്നത് ചെല്ലിയ ചതി. അതൊക്കെ നമുക്ക് എല്ലണം. അല്ലാണ്ട് വെറുതെ ആരെങ്കിലും റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മളെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ചെല്ലി പോണാണ്. എന്ത് നമ്മളാകെ അപ്പോഴാ ലായിലായില്ലേ. ഇപ്പൊ ആ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകും. ഈ കാക്കനാണ് കൊണ്ടുപോയി വെച്ച് പോകണ്ടേ. ആർക്ക് വേണ്ടിയപ്പോൾ ചെല്ലണേ? ഓർക്ക് വേണ്ടിയിട്ടാണോ മയ്യത്തിന് വേണ്ടിയിട്ടാണോ? ഒരേ ഇടിയില്ല. ഒരാൾ ഉറക്കം തന്നെ ചെല്ലി കൊടുക്കും. അവിടെ പോട്ടെ. ആൾക്കാർ വേറെ ഒന്നും സംസാരിക്കണ്ട, മൊബൈൽ എടുക്കണ്ട, സിഗരറ്റ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് എനിക്ക്. അതായത് പോട്ടെ, നമുക്ക് എന്തെല്ലാം പറ്റണം. അപ്പൊ ലായിലായിലൊന്നും ഒഴിഞ്ഞിരുന്നിട്ട് ഒറ്റക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യായി ഒന്നും ചെല്ലാം. ചെല്ലൂലേ? അപ്പൊ ലായിലാഹ ഇല്ലല്ലാഹു വഹ്ദഹു എതിരല്ലേ? ഇതിങ്ങനെ ചെല്ല. 20 ലക്ഷം നന്മയില്ല. അങ്ങനൊക്കെ കണ്ണു പോക്കണം. ചെല്ലണ്ടെന്നുള്ള അർത്ഥത്തിൽ എനിക്കെന്ത് കിട്ടുന്നുള്ള അർത്ഥത്തിൽ ചെല്ലണ്ടായിട്ട് എനിക്ക് കൂലിക്ക് നിങ്ങൾ നോക്കിയാൽ ചെയ്യുന്നില്ല. അത് കിട്ടിയാൽ ഇങ്ങൾക്കൊന്നും നിൽക്കില്ല. ഈ കുയിണ്ടന്മാർക്ക് ഒത്തും കിട്ടില്ല. അയാൾ കിട്ടിയോടെ സാറില്ലേ, നമ്മളത് കുറയൊന്നുമില്ലല്ലോ. ഉജൂരിയും ചെയ്യാം. അവരുടെ പ്രതിഫലത്തിൽ ഒന്നും അല്ലാഹു ചെയ്യൂല, കുറക്കൂല. എന്തിനാ നമ്മൾ പേടിക്കുന്നത്? വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കച്ചവടം ചെയ്തോളി. പാറ്റന്റ് നിങ്ങൾക്ക് തന്നില്ല, ഇത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കരുതെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. സ്റ്റേഷന്റെ അനുവാദം ഇല്ലാതെ ഇത് പറയാൻ പാടില്ലെന്ന് നിങ്ങൾ ആർക്ക് പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് ഓളോട് പറയാതെ ചെല്ലി വെക്കാതായിരുന്നു. ഓളെ ചെല്ലിച്ച, പിന്നെ അളിയനോട് ചെല്ലിച്ച, മോനോട് ചെല്ലിക്കുക, എല്ലാവരോടും ചെല്ലിക്കുക. അവിടെ ഒരാളുണ്ടായിരുന്നു. ഒരു റമദാൻ ഇതേമാതിരി ആയാലും ഒരു ജമാഅത്ത് വന്നപ്പോൾ അദ്ദേഹം ഉണ്ടായതാണ്. അപ്പൊ അദ്ദേഹത്തിന് കേട്ട് മൂപ്പര് ഫിക്കറായി. മൂപ്പര് ഞാൻ ഒരു 5-6 മാസം കഴിഞ്ഞ മൂപ്പര് ഒരു സ്ഥലത്ത് നിന്ന് കണ്ടു. ടോപ്പ് കച്ചവടം, പിന്നും കച്ചവടമാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. എത്ര രൂപ എന്ത് കച്ചവടം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പറഞ്ഞതെന്ന് ചോദിച്ചു. അല്ല അന്ന് നിങ്ങൾ ഇത് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഒരു 200-300 ആളോട് പറഞ്ഞിട്ടുണ്ടാവും. ഉറക്കം ചെല്ലിനെ അടുത്തർക്കും വിളിച്ചേക്കല്ലേ, നിങ്ങൾക്കും കിട്ടും എനിക്കും കിട്ടും എന്നൊക്കെ പറഞ്ഞു. പാവം കവറിലാണ്. അള്ളാഹു മക്ബറത്ത് മറാമത് ചെയ്യുമാറാട്ടെ. ഞാൻ ഇപ്പോൾ ചെല്ലിയപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അള്ളാഹു ആഖിറ വെളിച്ചാക്കി വിട്ടത് നല്ല മനുഷ്യന്. അപ്പൊ അദ്ദേഹം ഫുള്ള് സെയിൽ ചെയ്യണം. പുതിയ നാട്ടിലെ നാട്ടിലുണ്ടല്ലോ നാടന്മാരൊക്കെ. ഓൾക്ക് ഏതായാലും വിൽക്കരെല്ലാം നിൽക്കണം. ഓൾക്കൊക്കെ ഇയാൾ പോയിട്ട് എന്ത് ചെയ്യും? ഇരുന്ന് പഠിപ്പിച്ച് കൊടുത്തിട്ട് ഇടയ്ക്കും അവളോട് ചോദിക്കും ചെയ്യുന്നു, ചെല്ലും ചെയ്യുന്നു. എന്നിട്ട് അയാളെ സന്തോഷം എന്നോട് പറഞ്ഞതാണ്, നിനക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാവും എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാക്കണ്ട, അങ്ങനെ എന്തിന് അങ്ങനെ ഉണ്ടാക്കുക. ഇയാൾക്ക് വെറുതെ ഉള്ളി കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പാണ്ഡ്യമാണ് ചെയ്തോളി. അവൻ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഹദൻ സമദൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നല്ല പക്കയില് അല്ലാഹുവിന് നല്ല സന്തോഷം ഉണ്ടാകണം. ഒരു മൂലയെ കുത്തിർന്നിട്ട് ഈ അടിമ പറയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പങ്കുകാരനും ഇല്ല. ഒരു ആളിലേക്ക് ആശ്രയിക്കാത്ത ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഭൂമിന്റെ ഒരു മൂലയിൽ നീ അടിമ പറയണ്ടല്ലോ. അത്ര ഇഷ്ടിക്കും. അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് പറയാം, അള്ളാഹുവിന്റെ ഏകത്വം പറയാം, ഒറ്റക്ക് മനസ്സിനോട് പറയാത്ത അള്ളാഹ് മാത്രമേ കിട്ടും. അതിലൊരു രസം ഉണ്ടാവും, നിക്കറിനൊരു ഹലാവത്തുണ്ടാവും, നിക്കറിനൊരു മധുരം ഉണ്ടാവും. ദാക്കിരീങ്ങൾ അവർ അള്ളാഹുവിന്റെ അടുക്കൽ സ്പെഷ്യൽ കവാടത്തിലൂടെ കടന്നു പോകും. ഖുർആൻ ശരീഫിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഏതൊരു സൂറത്തിന്റെ അവസാന ഭാഗമാണ്, നിങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യും, നിങ്ങൾ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാവും. യുദ്ധത്തിന്റെ വിജയത്തിന് വേണ്ടി പറഞ്ഞ അമലാണ് ദിക്ർ. നമ്മളൊരു പള്ളിക്കരി ദിക്ർ ചെയ്താൽ എന്താ നടക്കുന്നത്? ഖുർആൻ പറയാണ് യുദ്ധത്തിലെ വിജയം വരെ ഉണ്ടാവും. ദാക്കിർ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആള് അയാൾ അത്ര വലിയ സംഭവമാണ്. ആരെടുക്കൽ
അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഉദ്കുർനി ബഅദൽ അസ്രി വബഅദൽ ഫജ്രി സഅതൻ അക്ഫീക ഫീമാ ബൈനഹുമാ. അസറിന് ശേഷം സുബഹിക്ക് ശേഷം നിങ്ങൾ കുറച്ച് സമയം അല്ലാഹനെ ഓർമ്മിക്കുകയാണെങ്കിൽ അക്ഫീക ഫീമാ ബൈനഹുമാ, അത് രണ്ടിന്റെ ഇടയിലുള്ള സമയം ഞാൻ നിങ്ങൾക്ക് മതിയായവനാണ്. ആര് കൂടെ ഉണ്ടാവും? നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുത്ത് നടത്തും. ഖുർആനിൽ പരിധി വെക്കാതെ പറഞ്ഞ ഒരൊറ്റ അമൽ ദിക്ർ മാത്രമേ. ബാക്കിയുള്ളതിനൊക്കെ പരിധിയുണ്ട്. നിസ്കാരത്തിന് എല്ലാത്തിനും പരിധിയുണ്ട്, ഇതിനൊരു പരിധിയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസ്കുറുല്ലാഹ ദിക്റൻ കസീർ. കസീർ എന്ന് പറഞ്ഞാൽ 200 500 ലക്ഷം അല്ല, പരിധി നിർദ്ദേശിച്ചില്ല. എത്രങ്ങളോട് കയ്യോ അത്രയും ചെയ്തു. അതുകൊണ്ട് നമ്മളിന്ന് ദിക്റില്ലാതായി പോയതാണ് എന്ത് നമ്മളെ പ്രശ്നം. നമ്മൾ ദിക്ർ ചെല്ലണം എന്നൊക്കെ പറയാം, ദിക്ർ ചെല്ലൂല. ദിക്ർ ചെല്ലൂല. നിസ്കാരത്തിന് ശേഷം 33 കൂടി ചെല്ലൂല. ചുമ്മാ മൊബൈലൊക്കെ നോക്കി ഞാൻ നിൽക്കും. ഉസ്താദ് തോർന്നിട്ടാ പോയി ഇല്ല പറയും. ദിക്ർ ചെല്ലണം. ദിക്ർ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. നാളെ മഹ്ശറിലെത്തുമ്പോൾ ദിക്റില്ലാതെ കഴിഞ്ഞു പോയ സമയത്തെ കുറിച്ചേക്കും ഭയം ഉണ്ടാകുക. ഇതിനെ കുറിച്ച് ദിക്റില്ലാതെ കഴിഞ്ഞു പോയ ലൈസ യതഹസ്സറു അഹ്ലുൽ ജന്ന ഇല്ലാ അലാ സഅത്തിൻ മറത് ബിഹിം ലം യദ്കുറുല്ലാഹു തആല. ഒരു സ്വർഗവാസിക്ക് ഖേദമുണ്ടാവില്ല. സ്വർഗവാസിക്ക് സ്വർഗത്തിലെത്തി പിന്നെന്ത് ഖേദം? ആകെ ഒരു കാര്യത്തെ കുറിച്ച് ഖേദമുണ്ടാവുള്ളൂ, അവൻ ഭൂമിയിൽ അല്ലാഹുവിനെ ഓർമ്മിക്കാതെ പോയ സമയത്തെ കുറിച്ചല്ലാതെ. അതിനെ പറ്റി ഭയങ്കര ഖേദിക്കും. കാരണം ഒരു സ്വർഗത്തില് തൊട്ടടുത്തുള്ള സ്വർഗത്തിൽ സുഗന്ധമൊക്കെ അടിച്ചു വീശുണ്ടാവും. സുഗന്ധം പറഞ്ഞാൽ നമ്മളിവിടെ 10 രൂപേൻ്റെ അത്ര ഇങ്ങനെ പരത്തരല്ലേ, നമ്മളതാ സുഗന്ധം വിചാരിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ സുഗന്ധം അങ്ങനത്തെ സുഗന്ധിക്കും. കാരണം ഇവിടുത്തെ സുഗന്ധം തേച്ചാണ് ഉടനെ മണ്ട കഴിഞ്ഞാൽ പിന്നെ മണ്ട. അവിടുത്തെ സുഗന്ധം അപ്പൊ ഇയാൾക്ക് ഈ സുഗന്ധത്തിന് സുഗന്ധം ഏത് മനുഷ്യനെ ആകർഷിക്കും. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ ഇയാളെ സ്വർഗത്ത് മൊത്തം പരിധി വെക്കും. എവിടെ ഊർന്നത് ഇതിന്റെ മൺബ, ഇതിന്റെ ഉറവിടെ എവിടെയാണ്. അപ്പൊ ഒരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ അയാൾക്ക് മനസ്സിലാവും സുഗന്ധം അത് അപ്പുറത്തുനിന്ന് വരുന്നത്. എവിടുന്ന്? അടുത്ത സ്വർഗവാസിന്റെ. അപ്പൊ ഇയാൾ ആ സ്വർഗവാസിനെ കാണുമ്പോൾ നിങ്ങളൊന്ന് ഭയങ്കര സുഗന്ധം ഉണ്ടല്ലോ. എന്താണ് ചോദ്യം പറയും? നന്മ തിന്മ തൂക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളൊക്കെ ബറാബറിലുണ്ടായിരുന്നു. നിങ്ങളെ നന്മ എന്റെ നന്മയ്ക്ക് ആകെ ഡിഫറൻസ് ഉള്ളത് ഒരു സുബാനന്ദന്റെ അളവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു സുബാനന്ദ നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ചൊല്ലിയിട്ടുണ്ട്, അതാണിത്. അപ്പൊ അയാൾക്ക് അതിനേക്കാളും വലിയ സുഖമുണ്ടാവും അപ്പുറത്തുനിന്ന്. അയാൾ ചോദിക്കും പറയും അന്നങ്ങൾ കൂടുതൽ ഒരു സുബാനല്ല. അപ്പൊ ഈ സുബാനന്ദ ഇല്ലാത്തതിന്റെ ഇടങ്ങാറ് അവിടെ എത്തുമ്പോഴറിയാം, ഈ ദിക്റില്ലാത്തതിന്റെ സ്വഭാവം അവിടെ എത്തുമ്പോഴാണ് അറിയാം. ഇവിടുന്ന് മാക്സിമം ചെയ്യാം, ഇപ്പൊ ചെയ്യാൻ പറ്റും, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. മരണം എങ്ങനെ വരെ ആർക്കും അറിയില്ല. പിന്നെ അള്ളാഹ് അധികമായി ദിക്ർ ചെയ്യുന്നുണ്ട്. നമ്മൾ അള്ളാഹ് ദിക്ർ ചെയ്യുന്നത് നമ്മൾ ഒറ്റ കാലിച്ചു ദിക്ർ ചെയ്യണമെന്നൊക്കെ പറയും. നമ്മൾ ദിക്ർ ചെല്ലൂല. ദിക്ർ ഹൃദയത്തിന്റെ കറ അത് ഇല്ലാതാക്കും. ചെയ്താനാണ് സമ്മതിക്കില്ല. അവിടെ ചൊല്ലുങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യാൻ തോപ്പിക്കായിട്ട് ചൊല്ലി നല്ല മരണം കിട്ടും. നല്ല ജീവിതത്തിനേക്കാളും ആവശ്യം എന്താണ്? പക്ഷെ നല്ല ജീവിതം ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ. നല്ല ജീവിതം എന്നും ചിക്കനെ പിടിച്ചാന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചു. നമ്മൾ നല്ല ജീവിതം അതാ ഉദ്ദേശിക്കില്ല. നല്ല എന്ത് മട്ടൻ എന്നും അങ്ങനെ അത് ഞാൻ പറഞ്ഞ അതല്ല. പടച്ചോന്ന് ഓർത്ത് തെക്കോട് കൂടി അങ്ങനെ ജീവിക്കുക, ഉള്ളതിൽ തൃപ്തിപ്പെടുക. ഇന്നത്തെ ഏറ്റവും വലിയ ശാപം പറഞ്ഞാൽ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ ആണുങ്ങൾക്കും കഴിയില്ല, പെണ്ണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ അധ്വാനത്തിന്റെ അളവുണ്ടായില്ല. കറി മതി. നമ്മളെ അമ്മമാരും വല്യന്മാരൊക്കെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ടാണ് നമ്മളെ കാരണന്മാരൊക്കെ ഉച്ചായാലും എന്ത് ചെയ്യും, പണിയെടുത്തി പോരും. ഉച്ചക്കൊക്കെ പണിയെടുത്തില്ല. ഈ ഉഴുതൽ പണിയൊക്കെ എത്ര നേരം ഉണ്ടാകാൻ ഒരു ഗവൺമെന്റ് ബൈക്കിൽ ഈ പോയിട്ടുണ്ടാവും. അതുപോലെ എല്ലാ പാടത്തിന്റെ സൈഡിൽ ഒരു പല്ലൊക്കെ ഉണ്ടാവും, ഒരു തോട്, ഒരു ചറ. ഇതിനോട് കൈകാല് വലിയാളെ നിസ്കരിച്ച് നമ്മൾ ഒരു കണ്ടില്ല. നമ്മളിപ്പോ വില്ലാതെ കൂടെ കള കാക്ക ഇതുകൂടി വർക്ക് ചെയ്തിട്ടാണ് ഇത് ഉപകാരം ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ചെങ്ങൈവനാണ്. ചിലരൊന്നും കൊടുക്കില്ല. പള്ളിയൊക്കെ അവിടെ ഒരു പള്ളി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അത് റെക്കോർഡിലൊന്നും ആക്കിയിട്ടുണ്ടാവില്ല, അത് ഓരിച്ചു പോയി. അങ്ങനത്തെ ചെങ്ങൈവനാണ്. നീ നമ്മളെ ബാക്ക് വരുന്ന ഇതിനേക്കാളും വലിയ സാധിക്കും. അതിനൊക്കെ നമ്മൾ ഈ നയിച്ചുണ്ടാക്കുന്നത് കാണാൻ എന്തും ചെല്ലുള്ളൂ. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എന്റെ അങ്ങനെ എല്ലാം ഒക്കെ പറയും. എന്നിട്ട് ലാസ്റ്റ് കാണാൻ അങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ വരുന്നു. ഏത് മോൻ അവിടുന്ന് കൊണ്ടെത്തിനോ എന്നിട്ട് വരുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങളവിടെ പേരെ കുറിച്ചൊന്നുകൂടി അല്ലാണ്ട് വേറെ പേരോട് പറയാം. സകല എണ്ണം അടുക്കും അവിടെയും ഇവിടെയൊക്കെ പോയി കൊണ്ടിട്ട് അയാൾ കൂടെ പഠിച്ചതിന് ഏത് രാജ്യക്കാരും അങ്ങനൊന്നുമില്ല. തൊട്ടത്തെ ബെഞ്ചിലുള്ള കസേര ചെയറിലുള്ള വർത്താൻ കൊണ്ടുവന്ന അങ്ങനെ ആക്കില്ല. അങ്ങനെ
ഞാനും പോയില്ലെങ്കിൽ പോയില്ല, നമുക്ക് ഉറക്കറിയാം. രണ്ടാളൊരു പൈസ രണ്ടാളും അങ്ങനെ നിൽക്കുക. ഇവിടെ വാക്കിങ്ങൊക്കെ എയറോട്ടിക് എഞ്ചിനീയറാൻ വേണ്ടി ലോണൊക്കെ എടുത്തിട്ട് അബു എന്തിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെയുള്ളത്. കാരണം ഇതൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അപ്പന ജാൻ ബച്ചാവോ, സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തുക. അല്ലാണ്ട് വേറെ ഒരു മാർഗമില്ല. എന്ത് ചെയ്യാം ആൾക്കാർ കുറ്റം പറയാം. അന്ന് നമ്മൾ നോക്കിയില്ല, നമ്മളെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പോവുക. അങ്ങോട്ട് വിജയിക്കാൻ കഴിയില്ല, അല്ലാതെ വിജയിക്കാൻ കഴിയില്ല. ഒരു വേട്ടനായന് ഒരു മുയലിന്റെ പിന്നാലെ കിട്ടും. നായും മുയലും കൂടി ആരാ ജയിക്കുക? ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മുയൽ കുറ്റിക്കാട്ടിൽ അയിലേക്ക് കയറി അങ്ങനെ പോകും. നായന്റെ പിന്നാലെ കൂടി കുറെ കഴിഞ്ഞ് മുയൽ രക്ഷപ്പെട്ടു. മുയലിനോട് ഒരാൾ ചോദിച്ചു, കൈസെ പക്ഷിയാ കുത്തേസെന്ന്. നായന്റെ നെഞ്ഞ് നിങ്ങൾ കഴിച്ചിലായിരുന്നു. അപ്പോ ആ മുയൽ പറഞ്ഞു, मैं तो मेरा जान बचाने को भागा है, वो तो अपना मालिक के लिए भागा है. ഞാൻ എൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടിയതാണ്, അത് യജമാനു വേണ്ടി ഓടിയതാണ്. പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി ഓടി. ആൾക്ക് അങ്ങനത്തെ ഓട്ടം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ ഓട്ടാണ് ഓടണ്ടേ ദുനിയാവിൽ നിന്ന്. ജാൻ ബച്ചാൻ ഇങ്ങനെ പോകണം. ഏതെങ്കിലും നിസ്കാരത്തിലോ ഏതെങ്കിലും ഒരു പള്ളിയിലോ. ഞാനൊക്കെ അറിഞ്ഞുടനെ ഉച്ചക്കന്നെ ഞാൻ അറിഞ്ഞ ഉടനെ എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞു, ഞാൻ മരിക്കാൻ വിചാരിച്ച രീതിയാണ്. പക്ഷെ അയാൾ അടിക്കുന്നു. ഇനി നമുക്കങ്ങനെ ഉണ്ടാവില്ലേ? ഒന്നുകിൽ ഷഹാദത്ത് അല്ലെങ്കിൽ നിസ്കാരം. ദുനിയാവെന്നത് മരിച്ചാൽ എന്തിനാ പറ്റിയത്? ഷഹാദത്തിന് ഭാഗ്യം ഉണ്ടാവോ? നിങ്ങൾക്ക് വേണമായി വേണമെന്നുള്ളതൊന്ന് കയ്യിൽ നിൽക്കുമോ? മാഷാ അല്ലാഹ് കബൂലാക്കട്ടെ. ഷഹാദത്ത് പറഞ്ഞാൽ എന്താ? അവൽമിൽക്കാം കയ്യിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ മൂസാമാനാണ് ഒരിക്കലും സാധിച്ചില്ല. അന്ന് നമുക്ക് ഷഹീദാ ഭാഗ്യം പറ്റും. ആരും ആമീൻ പറഞ്ഞില്ല. ഒരു വയനാമീൻ മൂലാന പറഞ്ഞേ, ഞാൻ അതിന് തന്നെയാണ് ദുആ ചെയ്തത്. ഏതിന്? ഞങ്ങളെ ലെവല് തരണേ. എന്നിട്ട് മൗലാനൊക്കെ പറഞ്ഞു, ഈ ഷഹാദത്ത് എന്തായാലും മരിക്കുമ്പോൾ, മരിച്ചതിന് ഷഹാദത്തായാലും എന്തായാലും മരിച്ചല്ലേ, മരിച്ചെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അവന്റെ ഭാര്യക്ക് അങ്ങനെ ഒന്നുമില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഷഹാദത്താവാതെ മരിച്ചു, രക്തമൊക്കെ ഇവിടെ ഉണ്ടാവും. അത് കവറിലാണ് കൊണ്ടുവച്ചാൽ മറ്റേ ആൾക്കാർ വരും. ആര് ഒഴുക്കളൊന്നും ഭയങ്കര കടീനൊക്കെ പൊട്ടിപ്പോയി. ഏറ്റവും സന്തോഷിക്ക് നമ്മളെ മൊത്തനൊക്കെ കിട്ടിയാൽ അത്യാവശ്യം തട്ടി പോയിട്ട് ഇതൊക്കെ കണ്ടാലേ ഞാൻ മാഷാ അല്ലാഹ് എന്ന് പറയുന്നുണ്ടാവുള്ളൂ. നേരെ കളിച്ച് ഷഹാദത്തായി ഇവിടെ ചോര ഇവിടെ ഭൂമിയിൽ ഒഴിച്ചു എന്ന് വിചാരിച്ചു. ഒരു അങ്ങനെ രണ്ടും കണക്കല്ലേ. ഷഹാദത്തിന്റെ ഭാഗ്യത്തിന് ഒരു തുള്ളിയുടെ വീണ്ടും ഇങ്ങോട്ട് പൊട്ടുകൊടുക്കുന്നോ മൊത്തം. പിന്നെ ബാക്കിയൊക്കെ നിറഞ്ഞു. നാളെ മഷറയിൽ സുഗന്ധം കസ്തൂരിക്കാൻ രക്തം വരിക. അതുകൊണ്ടാണ് ശ്രോതാക്കളെ കുളിപ്പിക്കേണ്ടത്. ജാഫർ ദേവാനൊക്കെ കൈമിൽ ഇങ്ങനെ ചോര കുത്തിയിട്ട് മഷറിൽ ഇങ്ങനെ ആ സെറ്റപ്പിൽ വരുന്നുണ്ടാവും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു വിരലുകളും മൂക്കൊക്കെ മുറിച്ചിട്ട് അബ്ദുള്ള എന്തിനു വേണ്ടി മുറിച്ചു? അല്ലാഹ് നിന്റെ ദീനിനു വേണ്ടിയിട്ട് നിനക്ക് വേണ്ടി മുറിക്കപ്പെട്ടു എന്ന് പറയാൻ എനിക്ക് അവസരം തന്നെ. അവൻ മൂക്കൊക്കെ ഇല്ലാതെ ചെവിയൊക്കില്ല. ഓരോന്നത്തെ മെയിൻ ആൾക്കാർ എവിടുത്തെ വഴി മഷറയിൽ ഓലെ കണ്ടാൽ എല്ലാവരും മാറിക്കൊടുക്കും. കാരണം അടയാളം തന്നെ ചോര സുഗന്ധം. കസ്തൂരിനേക്കാൾ സുഗന്ധം ഉണ്ടാവും. കസ്തൂരിനേക്കാൾ ഒലമാക്കൾ പറയുന്നത് നബിതന്റെ സാധനങ്ങൾ ഷഹീദാണെന്ന്. നബിതന്റെ സാധനങ്ങൾക്ക് ഖൈബറിൽ ഒരു സ്ത്രീ വിഷം കൊടുത്തിരുന്നു. ലുക്കുമയിൽ നബിതന്റെ സാധനങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ തുപ്പിക്കളഞ്ഞു. പക്ഷെ അതിന്റെ ആദ്യം കിട്ടി നബിതന്റെ സാധനങ്ങൾ സക്രാത്തിന്റെ അവസരം പറഞ്ഞു, അതിനെ വേദനിപ്പിക്കേണ്ടി. അതുകൊണ്ട് ഒലമാക്കൾ പറയുന്നുണ്ട്, യുദ്ധമൈതാനിയിൽ മുറിവേറ്റിട്ട് വീട്ടു മരിച്ചാലും അയാൾ ആരവൈ അൽ ഷഹീദാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല, അല്ലാഹുമ്മ അർസുഖ്നി ശഹാദത്തൻ ഫീ സബീലി വഫീ ബലദത്തി റസൂലിക. റസൂലിനെ നിന്റെ മാർഗത്തിൽ ഷഹാദത്ത് തരണം, നിന്റെ റസൂലിന്റെ നാട്ടിൽ തരണം. സഹാബാക്കൾക്ക് മനസ്സിലായിട്ടില്ലേ? കാരണം മദീന അങ്ങനെ ഫത്ഹായി ഒരു ഈച്ചക്കുട്ടിയും കൂടി അടുത്ത് ഇസ്ലാമിന്റെ ശത്രുവിന് വരാൻ പറ്റാത്ത നിലയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സുശക്തമായി സുസജ്ജമായ ഒരു ഭരണകൂടം നടക്കുമ്പോൾ അതിന്റെ നേതാവ് മദീനയെ മരിക്കാറിനാല് ചിന്തിക്കാൻ കൂടി പറ്റില്ല. പക്ഷെ മരിച്ചത് ഇവിടുന്ന നബവിന്റെ മിഹ്റാബിന്റെ ഉള്ളിൽ നബിതങ്ങൾ നിസ്കരിച്ച ആ സ്ഥലത്ത് നിന്ന് സുബഹിക്ക് ഇമാമത്ത് നിൽക്കാൻ. അപ്പൊ അല്ലാഹു തൗഫീഖ് കൊടുത്തു. അതൊക്കെ ചോദിച്ചു വാങ്ങിയതാ എനിക്ക് വേണമെന്ന് തന്നെ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കണമെങ്കിൽ അതിന്റെ ആ സാധനം അത്ര ദർജയിലുണ്ടാവും. അതുകൊണ്ട് നല്ല മരണം ചോദിക്കണം ആരോട്? നമ്മൾ ഫുള്ള് ചോദിക്കലെന്താ? നമ്മൾ നല്ല ജീവിതം ചെയ്യണം. നല്ല ജീവിതം പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന തക്കുവന്റെ ജീവിതമല്ല. പിന്നെന്താണ്? നമ്മളെ കാറ്, നമ്മളെ സെറ്റപ്പ്, നമ്മളെ പേര, നമ്മളെ പൈസ, നമ്മളെ കുട്ടികൾ, അങ്ങനെ അതിൽ ഒരാളെ മുന്നിൽ ഇങ്ങനെ നമ്മൾ അങ്ങാടിക്കട ഇറങ്ങിയ ആൾക്കാർക്കൊക്കെ തോന്നുന്നു എന്റെ മൈലി. അതാണ് നമ്മൾ ചോദിക്കുന്നത്. അതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഇതാണ് കിട്ടുന്നത്. നല്ല മരണം ചോദിക്കുക.
നല്ല മരണം ചോദിക്കണമെങ്കിൽ നല്ല തഖ്വയുള്ള ജീവിതം ഉണ്ടാക്കണം. ഇന്നക്കും ലതമൂതുന്ന കമാ തഹ്യൂൻ വഇന്നക്കും ലതുബഅസുന്ന കമാ തമൂതൂൻ. നബിതങ്ങൾ സാഹചര്യം പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയൊക്കെ നിങ്ങളെ മരണം ഉണ്ടായ, നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയൊക്കെ നിങ്ങളെ പുനരുദ്ധാരണം ഉണ്ടായ. തുമ്മ മഹ്സിനുക്കുമുൽ ജന്ന വമുസീകും അന്നാർ. നിങ്ങൾ നന്മ ചെയ്തവർ സ്വർഗത്തിലെത്തും, തിന്മ ചെയ്തവർ നരകത്തിലും എത്തുന്നൊരു സുഖം. അതുകൊണ്ട് അള്ളാഹുവിനോട് ഷഹാദത്തും അള്ളാഹിനോട് നന്ദിയൊക്കെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ്. മരിക്കാൻ പൂതിണ്ടാവും. ജീവിക്കുന്നതിനേക്കാൾ ഇഷ്ടം എന്താണ്? മരിക്കാൻ പൂതിയില്ലോനെ നന്മ ചെയ്യാൻ പൂതിണ്ടാവുള്ളൂ. കുറേ കഴിഞ്ഞിട്ട് മരിക്കാൻ നേരത്തെ ചെയ്താൻ പറയും, എന്തായാലും മരണം കുറെ കഴിഞ്ഞിട്ടല്ല ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നേ. അപ്പൊ നമുക്ക് എന്തായാലും അപ്പം ഈ പണിയൊക്കെ കഴിഞ്ഞ് ചെയ്താൻ പറയില്ല. വാങ്ങ കൊടുക്കേണ്ടി ഉച്ചരിക്കാൻ ആ പള്ളിക്കെതിരെ പോകണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ തെർത്തീബായ ഈ കച്ചവടത്തൊക്കെ തെർത്തീബായ നമ്മളെ പെരന്റെ ആ മൂലുണ്ട്. അവിടെ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കുന്ന ഇവിടുന്ന് ഒരു ഗേറ്റ് കൊടുക്കുക, അവിടുന്ന് ബാക്കിയുള്ള ഗേറ്റ് എന്നിട്ട് ബമ്പ് ഇങ്ങനെ കൊടുക്കുക. ഞാൻ തന്നെ പോയിട്ട് അവിടുത്തെ അവളൊക്കെ കഴുകി ആൾക്കാരൊക്കെ നിസ്കരിച്ച് അങ്ങനെ പിന്നുള്ള ജീവിതം മുഴുവനും എന്തായിട്ട് ആ പള്ളി നിസ്കാരമായിട്ട് ആ പള്ളി മരിക്കുന്നവരെ കരപ്പന്റെ പ്രശ്നം തീർന്നിട്ടല്ല ഉണ്ടാക്കുക, അത് തീരൂലല്ലോ. ആ വരെ കൂട്ടിക്കൊണ്ടുപോകാണ് ഈ ചെങ്ങായി. ആര്? ശൈത്താൻ. ഇവനോ ആൾക്ക് ആഗ്രഹം പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ നല്ല ആഗ്രഹമല്ലേ. ചിലർ കച്ചവടമൊക്കെ ചെയ്യുന്നതന്നെ അതിനാണ്. ഇതിന് 6 കച്ചവടം 10 കച്ചവടമൊക്കെ ചെയ്യുന്നതന്നെ പള്ളി ഉണ്ടാക്കാനൊക്കെ. പക്ഷെ ഈ കച്ചവടം തീർന്നിട്ട് അവന് പള്ളി ഉണ്ടാവില്ല, അവനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വേഗം അപ്പനെ വേഗം അമൽ ചെയ്യാം. ഭാര്യനൊക്കെ കൊണ്ടുപോകാൻ നോക്കുക, മക്കളെയും കൊണ്ടുപോകാൻ നോക്കുക. അഥവാ ഒരു മടിച്ചിക്കുകയാണെങ്കിൽ നിങ്ങൾ വേഗം ഒരുങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ പോകുന്നൊക്കെ പറയും. നമ്മൾ നിക്കാതിനൊക്കെ പറയില്ല വരും ഇതേ ഞാൻ പോകും, കാരണം നിക്കാതിപ്പോ കഴിയും നാണയം ഇറങ്ങിക്കോ വേറെ പറയും, ചാട്ടുകൂട്ടാക്കും. അപ്പോൾ വരില്ലേ ചിലർ പണ്ടേ കണ്ട ഒറ്റ പോക്കാൻ നിങ്ങൾ ഓർഡർ വെച്ചിട്ട് ഒന്നുകൂടി തരട്ടെ. ചിലപ്പോൾ ആ പോക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ പറയില്ല, അത് വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ലല്ലേ. പിന്നെ ചെയ്യില്ലെങ്ങനെ ആയാൽ കയ്യൊക്കെ ഇങ്ങനെ ബുദ്ധിച്ചില്ലല്ലോ. ഇവിടെ നീ മൊബൈലിനെ വിടാൻ റെഡിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്താവും പോയി. ജാഫർ റളിയല്ലാഹു പെരേന്ന് പോകുമ്പോൾ ജാഫർ റളിയല്ലാഹു അറിയാം, ഈ ഭാര്യനെ അസ്മനെ ഞാൻ കാണൂല, അബ്ദുള്ളനെ ഞാൻ കാണൂല, മുഹമ്മദിനെ ഞാൻ കാണൂല, ആവുനെ ഞാൻ കാണൂല, റളിയല്ലാഹു അൻഹു അജ്മഈൻ കുറെ കാണൂല എന്നൊക്കെ അറിയാം. നമ്മളൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ മരിച്ചിട്ടുണ്ട്. ഇവളൊക്കെ കാണാതെ എങ്ങനെ ജീവിക്കാണ്? നല്ല യുവതിയായ ഭാര്യയാണ് ഉസ്മാൻ റളിയല്ലാഹു ചെറുപ്പക്കാരെയാണ്. പക്ഷെ മുബർ വീട്ടിൽ നിന്ന് ഇറങ്ങില്ലേ. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാം ഷഹീദാവുന്നു. മുബർ വീട്ടിൽ നിന്ന് ഇറങ്ങില്ലേ. സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഷഹീദാവുന്നു. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങില്ലേ. ഓലക്കട ഇറങ്ങിയത് നടന്നോട്ടതാണ്. കാരണം ഊർക്ക് അബ്ദി അല്ലാണ്ട് റസൂൽ ആക്കുറാൻ കൊടുത്തു. നമുക്ക് അവിടുന്ന് കാണാമെന്നുള്ള അർത്ഥത്തിലാണ് പോയത്. നമുക്കൊരു 10 ദിവസം ഈത്തിക്കാത്തിനും കൂടി പോരാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിന്റെ സുഗന്ധം ആലോചിച്ചിട്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞു. ഇത് വിടാതെ നടക്കൂല പോയി. അത് അമ്മക്ക് വേണ്ടി അത് വിട്ടുകൊടുക്കണം. അപ്പൊ അവര് രക്ഷപ്പെടും. മൂത്തത്തില് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു കുറച്ച് നേരം വിളിക്കണം. 2 ആൾക്കാരെ കബറ് അടുത്ത ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെയും സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു കബർ അടുത്ത്. അപ്പൊ ഞാൻ നമ്മളെ കൂടെ ഉള്ള ആളോട് ചോദിച്ചു, ഈ കബറ് അബ്ദുല്ലാഹി റവാന്റെ കബർ അടയ്ക്കും. അത് കുറച്ച് അങ്ങോട്ട് പോയിട്ട് വേറെ സ്ഥലത്തല്ലേ, കുറച്ചൊന്നങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും, മുമ്പ് വരാൻ തന്നെ എന്ത് ചെയ്തിന്? മുമ്പ് വരാൻ നേരം വലിയത് പെണ്ണുങ്ങളെ അവന് ആണാക്കിയിട്ട് മീനൊക്കെ വാങ്ങി കൊടുത്ത് പിന്നെ ലാസ്റ്റ് കാണുകയാണ് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയാനൊന്നുമില്ല. നിബിധങ്ങളെ വെള്ളിയാഴ്ചയാണ് ഒരു ഇറങ്ങുന്നത്. നിങ്ങളെ കൂടാൻ ജുമാട്ടൊന്ന് ലാസ്റ്റ് നിസ്കരിച്ച് ഒന്നും കൂടി ചാർജൊക്കെ കയറ്റി ഒരു മുസാഫൊക്കെ ചെയ്തിട്ട് സ്വർഗത്തിൽ നിന്ന് കാണാൻ പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അതിന് നിന്നിട്ട് തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അബ്ദുള്ള എന്തേ നീ പോകാൻ നേരം വലിയതെന്ന് ചോദിച്ചു. ഞാൻ തങ്ങളോട് മുസാഫ ചെയ്യണം, ജുമാ തങ്ങളെ പിന്നെ നിസ്കരിക്കണം. അവർ മനുഷ്യന്റെ സ്വപ്നമല്ലേ, ആഗ്രഹമല്ലേ, അവസാനേക്ക് പോവില്ലേ, അവസാനത്തെ ജുമാ നബിതങ്ങൾ തങ്ങളെ കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ നബിതങ്ങൾ നല്ല അനുയായിയാണ്, മാഷാ അല്ലാഹ്, അള്ളാഹ് എന്നെ കബൂലാക്കട്ടെ എന്നൊന്നല്ല പറഞ്ഞു. നബിതങ്ങൾ പറഞ്ഞു, അബ്ദുള്ള ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അദ്റക്ത ഖദ്വതഹു. അബ്ദുള്ള ഭൂമിയിലെ മുഴുവൻ നീ ചെലവാക്കിയാലും ആ രാവിലെ പോയ ആൾക്കാരുണ്ടല്ലോ അതിന്റെ പ്രതിഫലം എനിക്ക് കരസ്ഥാക്കാൻ കഴിയില്ല. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അദ്റക്ത ഖദ്വതഹു. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഖുറൂജ് ഇത്ര വലുതാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടത്. ഞങ്ങളോട് പോകണമെന്ന് പറയില്ല, നിങ്ങൾ ആരും പോകണ്ട, സ്വർഗം ഫുള്ള് കിട്ടുമോ. ഇവിടെ ഇങ്ങനെ പെരയിൽ ഇങ്ങനെ പെണ്ണുങ്ങളും കുട്ടികളും കൂട്ടത്തിൽ നിന്ന് നമ്മളിങ്ങനെ ലാസ്റ്റ് മരിക്കാൻ നേരത്തെ പെണ്ണുങ്ങളെ മടിയിൽ തലങ്ങനെ വെക്കുക, കാൽമേൽ തൽക്കാണിൽ വെക്കുക, അതിന്റെ കുട്ടികളൊക്കെ അടുത്തിങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ എല്ലാവരോടും പറയാം, അസ്സലാമു അലൈക്കും ലാ
ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പോകാൻ വിചാരിച്ച് നിൽക്കുന്നത് അയാൾ നടക്കൂല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങുക, പുറപ്പെട്ട് ഏതെങ്കിലും മൂലയിൽ അള്ളാഹ്ക്ക് വേണ്ടി മരിക്കുക. അങ്ങനെ നീട്ടി ചുരുക്കം മരിക്കും. ഞാൻ പ്രത്യേകം മരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു ഹംസാജിക്കുണ്ടായി ഗൂഡല്ലൂരിലെ, നിങ്ങൾക്ക് ഇവിടെ പഴയ ആൾക്കാർക്കൊക്കെ ഇവിടെ ഉണ്ടായി മുതൽ കുറച്ച് സമയം ഇങ്ങനെ നമ്മളെ കുഞ്ഞിക്കാരൻ്റെ കൂട്ടത്തിലൊക്കെ ഉണ്ടായി ഹംസാജിന്റെ ഗൂഡല്ലൂരിൽ കുറച്ചു കാലം പറയുന്നത്. പിന്നെ അദ്ദേഹം വലിയ ഇതൊക്കെ ഉണ്ടായിരുന്ന നല്ല സെറ്റപ്പൊക്കെ ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഇങ്ങനെ അവിടുന്ന് കുറച്ച് എസ്കേപ്പ് അടിച്ചാൽ കുറച്ച് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ നിന്നോട് പറഞ്ഞു ഞാൻ മദീന പോട്ടെ ആയിക്കോട്ടെ അങ്ങനെ ഒരു മദീനയിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവും. അവിടെ ഒരു അറബിന്റെ മുമ്പ് കഫീലിന്റെ ഒരു സുപ്രുണ്ട്, 35-45 അവിടെ. ആ സുപ്ര ഇങ്ങനെ ഇരിക്കലുണ്ട്. അങ്ങനെ പറയും. ഞാനൊരു ദിവസം അങ്ങനെ സഫിലിരിക്കുമ്പോൾ ഇങ്ങനെ അനുസരിച്ച് ഇങ്ങനെ പോകും. മദീനയിലാണ് എനിക്കറിയാം. ഞാൻ പിന്നെ നമ്പറൊന്നും വിളിക്കലൊന്നും ഇല്ല. അവിടെ നിൽക്കൊണ്ട് അനുസരിച്ച് ഇങ്ങനെ പോകണം. അത് അങ്ങനെ കണ്ടു. എന്താ ഭയങ്കര പിന്നെ ആ നമ്പർ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പോകുമ്പോഴൊക്കെ രണ്ടുമല്ലോ പോയപ്പോൾ അങ്ങനെ അവിടെ കണ്ടു. അവിടുന്ന് ദിവസം എൻ്റെ ഒറ്റയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരു മസൂരായിട്ട് നിങ്ങൾ മസൂരായിട്ട് അങ്ങോട്ട് വന്നു. ഇനി ഒരു മസൂര ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോട്ടെ എടുക്ക് നാട്ടിൽ പറ്റി നമുക്ക് സുഖമില്ലായിരുന്നു. സുഖമില്ലെങ്കിൽ വന്ന് ഇങ്ങനെ പോയ പോലെ ചെയ്യണം. അല്ല ഞാൻ വിചാരിക്കുന്നത് ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യണം. എന്നിട്ട് ഉമ്മന്റെ വഫാത്ത് ആരുടെ വഫാത്ത് ആരെന്ന് അറിയില്ല, എന്നാലും ഉമ്മന്റെ വഫാത്താണെങ്കിൽ ഉമ്മന്റെ വഫാത്തിൽ നമുക്ക് ഖിദ്മത്ത് ചെയ്യാം. അത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോവുക, എന്നിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയി മരിക്കുക. അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറയക്കണം ഉമ്മന്റെ ഖിദ്മത്ത് ഏതായാലും നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മസൂർ ചെയ്തു. അതുകൊണ്ട് ഞാൻ കൊടുത്തി കുറച്ച് കഴിഞ്ഞാൽ മുമ്പരും കൊടുത്തി ഉമ്മന്റെ ഖിദ്മത്ത് ചെയ്തു. ഒരു 3-4-5 മാസമൊക്കെ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ടാവും എൻ്റെ ഓർമ്മയിൽ. അതേ ഖിദ്മത്ത് ചെയ്തു. ഉമ്മ മരിച്ചു കഴിഞ്ഞിട്ട് 4 ദിവസം 5 ദിവസം മുമ്പ് വിട്ടു. 4 മാസം പോയി ജയ്പൂര് പോയിട്ട് മരിച്ചു. അദ്ദേഹത്തിന്റെ ഖബർ ജയ്പൂരാണ്. മദീന മുനവ്വറയിൽ നിന്ന് മസ്ജിദ് നബവി എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഇന്നക്കും ലതമൂതുന്ന കമാ തഹ്യൂൻ, നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ മരണം. ഇന്നക്കും ലതുബഅതുന്ന കമാ തമൂതുൻ, നിങ്ങൾ എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് നിങ്ങൾ പുനരുദ്ധാരണം. ഇനി നമ്മളിങ്ങനെ മരിക്കേണ്ടത് നമ്മൾ ആലോചിച്ച ഈ പെരയിൽ കുട്ടിയൊക്കെ മീനും ഇറച്ചൊക്കെ വാങ്ങിയെടുത്ത് ബലങ്ങനെ അൽഫിത്രയിലും അൽഫിത്ര എന്ന് പറഞ്ഞ സ്വർഗം നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്. ചിലർക്ക് ചിത്ര LKG എല്ലാം തന്നെ അൽഫിത്ര ഞാൻ പിന്നെ അടുത്തല് ഞാൻ അങ്ങനെ അതിനൊക്കെ കൊണ്ടാക്കി വെച്ച് 7 വയസ്സായി ഇപ്പോഴും ബസ്സിനിറങ്ങനെ കാത്തിക്കണേ. പേരെക്കുറിച്ച് ബസ് ഇറങ്ങാൻ കാത്തിക്കുന്നുണ്ട്. ഈ അതിന് പണിയതാണ്. ഏതെങ്കിലും ആശ്രമത്തിലേക്ക് എന്താ നോക്കാൻ പേരക്കുട്ടിന്റെ പേരെ നനക്കുക, ഏത് വാർപ്പിന്റെ ഉള്ളിൽ കെട്ടിമതി വീണാല് ചെയ്തോ ഒരു ബോധവും നമുക്ക് ഈ സംസാരിക്കില്ല. കാരണം പറഞ്ഞാല് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അതാണ് നമ്മളെ കുഴപ്പം. നമുക്ക് ദാബാക്കളൊന്നും അറിയില്ലല്ലോ ഓലെങ്ങനെ ജീവിച്ചത്. ഓരൊക്കെ ഓരോ സ്വന്തങ്ങളെന്ന് പറഞ്ഞത് നമ്മളത് മുയല് പറഞ്ഞ മാതിരി. പിന്നെ ജാൻ ബച്ചാനായി ജീവൻ രക്ഷപ്പെടുത്തുക ഓടുക പോവുക വേഗം പോലും സാധാണ്. അപ്പൊ ശരീരാവാങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വഴിക്ക് തിരിയണം. അതിനുവേണ്ടി ദുആയും അള്ളാന്റെ മാർഗത്തിൽ മരിക്കാനും മക്കളൊക്കെ ഈ വഴിയിലാവാൻ വേണ്ടി ദ്വാരിക്കുക. ദുആ കബൂലായിക്കോളും ചെയ്യലും സാധാ. അപ്പോൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലി അവിടത്തെ അതൊക്കെ അങ്ങനെ കാണാം. ഇവിടെ സ്വർഗത്തിൽ അന്ന് ആ ഉദയെന്ന് പറഞ്ഞ സാധനങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അള്ളാഹ് നമുക്ക് എല്ലാവർക്കും നല്ല ജീവിതവും നല്ല മരണവും പെരുമാറാവും. അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുന്ന നിലയിൽ റാഹത്തായുള്ള മരണം പെരുമാറാവും. ഖൈറിന്റെ എല്ലാ വാതിലുകളും നമുക്ക് എല്ലാവർക്കും പെരുമാറാം.